പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി.ജെ.പി. ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഇനിയും സംഭവിക്കുമോ എന്നതാണ് ബി.ജെ.പിയുടെ പ്രധാന പേടി. അതുകൊണ്ട് തന്നെ ചില തന്ത്രപരമായ പദ്ധതികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. ഇത് കോൺഗ്രസിന് ബോധ്യമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹരിയാനയ്ക്കൊപ്പം മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ബി.ജെ.പി. ആണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഭരണകക്ഷിയായ ബി.ജെ.പി. അടങ്ങുന്ന മഹായുതി മുന്നണിയെ സഹായിക്കാനുള്ള നീക്കമെന്നാണ് ആരോപണം. 2019 മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടന്നത്. ഇത്തവണയും അങ്ങനെയാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ പ്രഖ്യാപനമൊന്നും തന്നെ ഉണ്ടായില്ല. ചില സൗജന്യങ്ങൾ ജനങ്ങൾക്ക് നൽകി സ്വാധീനിക്കാൻ ഷിൻഡെയ്ക്കും കൂട്ടർക്കും അവസരം നൽകാനാണ് ഇതുവഴി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇക്കാര്യം തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് മഹാവികാസ് അഘാടി. സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ ഏക്നാഥ് ഷിൻഡെ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടപ്പിലാക്കി തുടങ്ങിയപ്പോഴുള്ള ഭയമാണ് ആരോപണത്തിന് കാരണമെന്ന് ബി.ജെ.പിയും തിരിച്ചടിക്കുന്നുണ്ട്. 288 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളുടെ പിന്തുണയാണ് നിലവിൽ മഹായുതി മുന്നണിക്കുള്ളത്. ബി.ജെ.പിയും ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും എൻ.സി.പി അജിത് പവാർ വിഭാഗവും ചേർന്നതാണ് മഹായുതി മുന്നണി. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിക്ക് 69 സീറ്റുകളാണുള്ളത്. കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, എൻ.സി.പി ശരത് പവാർ വിഭാഗം എന്നിവരാണ് മഹാവികാസ് അഘാഡിയിലുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി 75% സീറ്റ് നേടി ചിത്രം മാറ്റി. ദീപാവലിക്ക് മുൻപേ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് ഇരു മുന്നണികളുടെയും ഇപ്പോഴത്തെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ മിക്കയിടത്തും പ്രാഥമിക തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജമ്മു കശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക. ഒന്നാം ഘട്ടം സെപ്റ്റംബർ 18-നും, രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും, മൂന്നാം ഘട്ടം ഒക്ടോബർ 1-നും നടക്കും. ഒക്ടോബർ 4-ന് ജമ്മു കശ്മീരിലെ വോട്ടെണ്ണലാണ്. ഹരിയാനയിൽ ഒക്ടോബർ 1-ന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക. ഒക്ടോബർ 4-ന് തന്നെയാണ് ഹരിയാനയിലെയും വോട്ടെണ്ണൽ. സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. ജമ്മു കശ്മീരിൽ 87.09 ലക്ഷം വോട്ടർമാരാണുള്ളത്. ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 മണ്ഡലങ്ങളിലാണ് ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ജമ്മു കശ്മീരിലെ ഗ്രാമീണ, നഗര മേഖലയിലെ വോട്ടർമാർക്കായി 11,800 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 58.58% പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയെന്നും ഇ.സി അറിയിച്ചിരിക്കുകയാണ്. വനിതാ വോട്ടർമാർ, മുതിർന്നവർ, യുവ വോട്ടർമാർ എന്നിവരെ എൻറോൾ ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചു. വോട്ടർമാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ബൂത്തിൽ ലഭ്യമായിരിക്കും. സുതാര്യമായ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നത്. കള്ളവോട്ടിനെ നേരിടാനടക്കം സർവ്വ സജ്ജീകരണങ്ങളുമുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ഉപതിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഉടനെയില്ലെന്നും ഇ.സി അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലും തിരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയില്ല. ജില്ലയിലെ കാലാവസ്ഥാ സാഹചര്യങ്ങളടക്കം പരിശോധിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തുകയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി.